ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത ഒരു മെക്സിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഡിസപ്പിയർ കംപ്ലീറ്റ്ലി. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു ടാബ്ലോയിഡ് ഫോട്ടോ ജേർണലിസ്റ്റ് ആയ നമ്മുടെ കഥാനായകൻ ടോറിസിനെയാണ് നമ്മളെ കാണിക്കുന്നത്. അവനൊരു ക്രൈം സീൻ ഫോട്ടോഗ്രാഫറാണ്. നഗരത്തിലെ എപ്പോ അപകടങ്ങൾ നടന്നാലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങള് അവന് അടുത്ത സെക്കൻഡിൽ തന്നെ വിളിച്ചറിയിക്കുന്നത് ടോറിസിന്റെ 2 പോലീസ് സുഹൃത്തുക്കളാണ്. ടോറിസ് ഒരു റിപ്പോർട്ടർ ആണെന്ന് കരുതി ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അവൻ പല പോലീസുകാർക്കും അത്യാവശ്യം പണം കൊടുത്തിട്ടാണ് അങ്ങനെ ഓരോ ഫോട്ടോസ് എടുക്കുന്നത്. ടോറിസ് ഇപ്പോ അപകടത്തിൽ മരിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോസ് തന്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ശേഷം ആ ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അതിനൊരു ഹെഡ്ലൈനും കൊടുത്ത് അവനത് താൻ ജോലി ചെയ്യുന്ന ന്യൂസ് ഏജൻസിയിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡിസപ്പിയർ കംപ്ലീറ്റ്ലി. അടുത്ത ദിവസം ടോറിസിന്റെ വൈഫ് നായകനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൻ എന്നും രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ടോറിസിന്റെ വൈഫിന്റെ പേര് മാർസെല്ല. പുള്ളിക്കാരി ഒരു നഴ്സാണ്. ജോലിക്ക് പോകുന്നതിന് മുൻപ് മാർസെല്ല അവനോട് യാത്ര പറഞ്ഞു. ടോറിസ് ഇങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫോട്ടോസ് എടുക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. അവന് പലപ്പോഴും വൈഫിനോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കാറില്ല. രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ മാത്രമാണ് വഴക്കിടാറുള്ളത്. അതുകൊണ്ട് ജോലിക്ക് പോകുന്നതിന് മുൻപ് മാർസെല്ല അവനോടൊരു മയത്തില് ചോദിക്കും, ഇന്ന് രാത്രി നമുക്ക് ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോയാലോ? എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചൂടെ? എന്നാ ടോറിസ് ആണെങ്കില് ഇല്ല, തനിക്ക് ഒത്തിരി തിരക്കാണ്, ഇന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. ഒടുവില് വൈഫിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ഡിന്നറിന് പോവാനായിട്ട് സമ്മതിക്കുകയാണ്. എന്നാ ശരി, ഞാൻ രാത്രി 8 മണിക്ക് ഹോസ്പിറ്റലിന് വെളിയിൽ കാത്തു നിൽക്കാന്ന് പറഞ്ഞ് മാർസെല്ല വീട്ടിൽ നിന്നിറങ്ങി. അല്പസമയത്തിന് ശേഷം ടോറിസ് തന്റെ ഡോഗിനെയും കൊണ്ട് നടക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവനൊരു പ്രസ് ഗാലറിയിൽ നിന്നൊരു മെയിൽ വരുന്നത്. ടോറിസിന് താനെടുത്ത ഫോട്ടോസൊക്കെ ഒരു ഗാലറിയിൽ പ്രദർശിപ്പിച്ച് ഒരു എക്സിബിഷൻ നടത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതവന്റെ സ്വപ്നമാണ്. എന്നാ അവന്റെ അപ്ലിക്കേഷൻ ഇപ്പോ റിജക്റ്റ് ആയിരിക്കുക. അവര് പറയുന്നത് താങ്കളുടെ ഓരോ ഫോട്ടോസും അതിഗംഭീരമാണ്, എന്നാ അതൊക്കെ തന്നെ ഒത്തിരി പേടിപ്പെടുത്തുന്നതും ടെറർ ആയിട്ടുള്ള ഫോട്ടോസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ആ മെയില് കണ്ട സങ്കടത്തിലെ ടോറിസ് പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോയി. അങ്ങനെ ജോലി സ്ഥലത്തെത്തിയപ്പോ ടോറിസ് കാണുന്നത് താൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടെടുത്ത ഫോട്ടോസ് അത് റീഎഡിറ്റ് ചെയ്ത് അതിന്റെ ഹെഡ്ലൈനും മാറ്റി മാഗസീൻസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അവനത് കണ്ട് വല്ലാതെ ദേഷ്യം വന്നു. അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ക്രൈം സീനിലേക്ക് ഓടിയെത്തി ഫോട്ടോസ് എടുക്കുന്നത്. എന്നിട്ടും അവനോട് ചോദിക്കാതെ ഫോട്ടോസ് ഒക്കെ വെട്ടി ചെറുതാക്കി അതിന്റെ ഹെഡ്ലൈനും മാറ്റി എന്നൊക്കെ പറഞ്ഞ് ടോറിസ് ബോസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന് ബോസ് എന്താ പറയുന്നെന്ന് വെച്ചാല്, ഈ ഹെഡ്ലൈനും ഫോട്ടോസ് ഒക്കെ ആരെത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പോണത്? ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടു, അത് മാത്രമാണ് വിഷയം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാഗസീൻസിലും പത്രങ്ങളിലും എല്ലാം നിന്റെ വാർത്തയാണ് ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഈ സമയത്ത് അവൻ തനിക്ക് ഇന്ന് രാവിലെ വന്ന മെയിലിനെ കുറിച്ച് ബോസിനോട് പറഞ്ഞു. ഇതാദ്യമായിട്ടല്ല ഫോട്ടോ ഗാലറി അവനെ റിജക്ട് ചെയ്യുന്നത്. ആ ഒരു സങ്കടമാണ് അവൻ ബോസിനോട് തീർത്തത്. അത് തിരിച്ചറിഞ്ഞ ബോസ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിന്റെ ഫോട്ടോസ് എല്ലാം നമുക്ക് തന്നെ ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാം, അതിന് നിന്നെ ഞാൻ സഹായിക്കാം, പോരെ? ഇത് കേട്ടതോടെ ടോറിസ് ഒത്തിരി ഹാപ്പിയായി. അവൻ അന്നത്തെ പേയ്മെന്റ് ഒക്കെ വാങ്ങി ഓഫീസിൽ നിന്നിറങ്ങി. അന്ന് രാത്രി അവൻ പറഞ്ഞതുപോലെ തന്നെ ഡിന്നറിന് പോവാനായി മാർസെല്ലയെ കൂട്ടാനായിട്ട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ മാർസെല്ല അവനെ കാത്തു നിന്നിരുന്നു. പുള്ളിക്കാരിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ടോറിസ് തന്നെ കൂട്ടാൻ വരുമെന്ന്. മാർസെല്ല ഒത്തിരി സന്തോഷത്തിലാണ് ആ കാറിലേക്ക് ഓടിക്കേറിയത്. എന്നാ ആ ഒരു സന്തോഷം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. ആ കറക്റ്റ് സമയത്ത് അവനൊരു പോലീസുകാരന്റെ ഫോൺ കോൾ വന്നു. ഒരാളുടെ ഡെഡ് ബോഡി കണ്ടെത്തി, അതും അതൊരു രാഷ്ട്രീയക്കാരനാണ്. എത്രയും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അവന് പിന്നെ ഫോട്ടോസ് എടുക്കാൻ കഴിയില്ല. ടോറിസ് ഒട്ടും തന്നെ മടിയില്ലാതെ വൈഫിനോട് പറയും, എനിക്ക് പോണം, നമുക്ക് മറ്റൊരു ദിവസം പോവാം. ഇത് കേട്ടതോടെ മാർസെല്ലയ്ക്ക് പിന്നെ എന്ത് പറയണോന്നറിയില്ല. കരയണോ അതോ അവനെ ചീത്ത വിളിക്കണോ? അവര് തമ്മിൽ കുറച്ചു നേരം അതിന്റെ പേരിലെ തർക്കമായി സംസാരമായി. ഈ സമയത്താണ് മാർസെല്ല താൻ ഒരു അമ്മയാവാൻ പോവാണെന്നുള്ളൊരു സന്തോഷ വാർത്ത നായകനോട് പറയുന്നത്. ഇക്കാര്യം പറയാനാണ് അവനെ ഡിന്നറിന് വിളിച്ചത്. ഈ ഒരു കാര്യം കേട്ട ടോറിസിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും, സന്തോഷവും സങ്കടവും. അവന്റെ ഈ മുഖഭാവം അത് മാർസെല്ലയെ കൂടുതൽ വേദനിപ്പിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ തേടി ഈ സന്തോഷ വാർത്ത വന്നിരിക്കുന്നത്. എന്നിട്ടും ടോറിസ് ഇപ്പോഴും അതിന് മാനസികമായിട്ട് തയ്യാറായിരുന്നില്ല. രണ്ടുപേർക്കും ജോലി തിരക്കുണ്ട്. അപ്പൊ പിന്നെ കുഞ്ഞിനെ ആര് നോക്കും? ഇങ്ങനെയാണ് ടോറിസ് ചിന്തിക്കുന്നത്. ആകെപ്പാടെ സങ്കടവും ദേഷ്യം വന്ന മാർസെല്ല ഹസ്ബൻഡിനോട് പിണങ്ങി കാറിൽ നിന്നിറങ്ങിപ്പോയി.
അതേസമയം അവൻ പെട്ടെന്ന് തന്നെ ആ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ ക്രൈം സീനിലെത്തി. അവൻ അവിടേക്ക് ഓടിപ്പടഞ്ഞെത്തുമ്പോഴേക്കും അവന്റെ സുഹൃത്തായിട്ടുള്ള പോലീസ് ഓഫീസർ പറയും, നീ ഒരുപാട് വൈകി, ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു, ഫോറൻസിക്കും സ്ഥലത്തെത്തി, ഇനി നിനക്ക് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. കാരണം മരിച്ചിരിക്കുന്നത് സെനറ്ററാണ്, ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പോലീസിന്റെ കണ്ണും വെട്ടിച്ച് അവൻ ആ ബിൽഡിങ്ങിന്റെ പിന്നിലുള്ള മതില് ചാടി അതിനകത്തേക്ക് കടന്നു. ചിലപ്പോ ഇതായിരിക്കാം ടോറിസ് തന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം. അവൻ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ വീടിന്റെ ജനാല വഴി അതിനകത്തേക്ക് കയറി. അവൻ ഒളിച്ചും പാത്തും ആരും കാണാതെ സെനറ്ററിന്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന് തെരയുന്ന നേരത്ത് ഒരു പോലീസ് ഓഫീസർ ടോറിസിനെ കണ്ടു. അതവന്റെ മറ്റൊരു സുഹൃത്തായിരുന്നു. അവൻ അയാൾക്കും കുറച്ച് പണം കൊടുക്കുന്നുണ്ട്. ആദ്യം അയാൾ അവനെ തടയുന്നുണ്ട്. ഇത് മറ്റാരെങ്കിലും അറിഞ്ഞാല് വലിയ പ്രശ്നമാണ്. അല്ല, നീ എങ്ങനെയാ ഇതിനകത്തേക്ക് വന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോ കഥ പറഞ്ഞു നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് ടോറിസ് ആ മരിച്ചു കിടക്കുന്ന രാഷ്ട്രീയക്കാരന്റെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് നാളായി. ശരീരത്തിന്റെ പല ഭാഗങ്ങളും എലികൾ തിന്നിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് സെനറ്റർ ഭ്രാന്ത് പിടിച്ചതുപോലെ സെക്യൂരിറ്റി ഗാർഡ്സ്, പിന്നെ വീട്ടില് ജോലി ചെയ്തിരുന്ന എല്ലാവരെയും വഴക്ക് പറഞ്ഞ് അവരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സെനറ്ററെ കാണാൻ വന്ന മറ്റൊരു ജോലിക്കാരനാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കണ്ടത്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മരിച്ചത്, ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു സ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാണെന്ന് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം വീടിനുള്ളിലെ ഫ്യൂസ് ബോക്സ് തല്ലി തകർത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ക്യാമറകളും വർക്ക് ചെയ്തിരുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ ആ പോലീസുകാരൻ നായകനോട് പറയുന്നുണ്ട്. അവൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആ ഡെഡ് ബോഡിയുടെ തൊട്ടടുത്തേക്ക് ചെന്ന് കുറെ ഫോട്ടോസുകൾ എടുത്തു. പെട്ടെന്ന് ആ മരിച്ചു കിടന്ന ആള് ഭയങ്കരമായിട്ട് ചുമയ്ക്കാൻ തുടങ്ങി. സെനറ്റർ അദ്ദേഹം മരിച്ചിട്ടില്ല. സ്വാഭാവികമായും മരണത്തിൽ നിന്നോ അപകടത്തിൽ നിന്നോ രക്ഷപ്പെട്ട ഒരാള് കണ്ണു തുറന്ന ഉടനെ തന്നെ തങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞ് കരയും. എന്നാൽ അയാളാണെങ്കിൽ നായകനോട് പറയും, എന്നെ കൊന്നേക്ക്, എനിക്ക് ജീവിക്കണ്ട. ടോറിസും ആ പോലീസുകാരനും ആകെ ഞെട്ടിത്തെറിച്ചിരുന്നു പോയി. ഒന്നാമത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും എലികൾ തിന്നിരുന്നു. പിന്നെ എങ്ങനെയാണ് അയാൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? യാതൊരു പിടുത്തം കിട്ടാതെ ടോറിസ് പെട്ടെന്ന് തന്നെ തന്റെ കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ പതിയെ പതിയെ തന്നെ ആരോ പിന്തുടരുന്നത് പോലെ അവന് തോന്നി. തിരിഞ്ഞു നോക്കിയെങ്കിലും അവന്റെ പിന്നാലെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ മിന്നിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് എന്തോ ഒന്ന് അവന്റെ തലയിലേക്ക് വന്നിടിക്കുന്നത്. ആരോ അവന്റെ തലക്കടിച്ച് ബോധം കെടുത്തി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞാണ് തലക്കടിയേറ്റ ടോറിസ് അബോധാവസ്ഥയിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. അവന്റെ തലയില് ആരോ ശക്തിയായിട്ട് അടിച്ചിരുന്നു. മാത്രമല്ല അവന്റെ ക്യാമറ അത് കാണാനില്ല. അവൻ പെട്ടെന്ന് തന്നെ തന്റെ ജാക്കറ്റിലും പോക്കറ്റിലൊക്കെ തെരഞ്ഞു നോക്കി. അവന്റെ മെമ്മറി കാർഡ് അത് നഷ്ടപ്പെട്ടിരുന്നില്ല. ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം അത് അവൻ തന്റെ പോക്കറ്റിലിട്ടിരുന്നു. പക്ഷേ ക്യാമറ പോയി. അപ്പോ ആരോ ഈ ഫോട്ടോസിനെല്ലാം വേണ്ടിയാണ് അവൻ ആക്രമിച്ചത്. അന്ന് രാത്രി ഒരുപാട് വൈകി വീട്ടിലേക്ക് തിരിച്ചെത്തിയ ടോറിസ് അവനെടുത്ത ആ ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ എന്തോ അവന്റെ ഡോഗ് പതിവില്ലാതെ ടോറിസിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവന് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഡോഗ് ആകെ അപ്സെറ്റ് ആണ്. എന്തൊക്കെയോ വലിച്ചിടുന്നുണ്ട്, കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഡോഗിനെ ഒരു മുറിക്കുള്ളില് പൂട്ടിയിട്ടിട്ടാണ് തുടർന്നുള്ള തന്റെ ജോലി ചെയ്യുന്നത്. അവൻ ആ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഹെഡ്ലൈനും കൊടുത്ത് അത് ന്യൂസ് ഏജൻസിയിലേക്ക് അയച്ചു കൊടുത്ത് ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് ചെന്നു. അവന്റെ വൈഫ് ഇപ്പോഴും പിണക്കത്തിലാണ്. മാർസെല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പതിയെ വൈഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, നമുക്ക് ആ കുഞ്ഞിനെ വളർത്താം. പിന്നീട് അവൻ സമാധാനത്തോടെ ഉറങ്ങാനായിട്ട് കിടന്നു. എന്നാൽ അടുത്ത നിമിഷം അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ അവന് ചുറ്റും കുറെ പോലീസുകാരെ കാണാം. കുറെ ഫോട്ടോഗ്രാഫേഴ്സ് അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവന്റെ വൈഫ് മാർസെല്ല മരിച്ചു കിടക്കുന്ന ടോറിസിനെ നോക്കി കരയുന്നു. പിന്നെ ഡോക്ടേഴ്സ് അവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ഈ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നമായിരുന്നു. മാത്രല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോ അവന്റെ ഡോഗ് ഇപ്പോഴും അവനെ നോക്കി നിർത്താതെ കുറച്ചോണ്ടിരിക്കുക. അല്പസമയം കഴിഞ്ഞ് അവൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലുമ്പോ മാർസെല്ല തന്റെ പ്രഗ്നൻസി അൾട്രാസൗണ്ട് അവിടെ ഫ്രിഡ്ജിന് മുകളിൽ പിൻ ചെയ്തു വെച്ചിരുന്നു. അവനത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്താണ് ടോറിസിന്റെ മൂക്കയിൽ നിന്ന് ബ്ലഡ് വരുന്നത്. ആകെ പേടിച്ചു പോയ നായകൻ പെട്ടെന്ന് തന്നെ ടിഷ്യൂ എടുത്ത് തന്റെ മൂക്ക് പൊത്തിപ്പിടിച്ചു. അപ്പോഴേക്കും അവന് പോലീസ് സുഹൃത്തിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അവൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ക്രൈം സീനിലേക്ക് ചെന്നു. ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പോലെ ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അബാൻഡൻ ആയിട്ടുള്ള ആ കെട്ടിടത്തിനകത്ത് മരിച്ചു കിടക്കുന്നത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയായിരുന്നു. ആരോ അവരെ കത്തികൊണ്ട് ഒരുപാട് തവണ കുത്തി കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നത്. ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ്. കൊലപാതകം നടന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഡെഡ് ബോഡി അഴുകി തുടങ്ങിയിരുന്നു. ആ പോലീസുകാർക്കാണെങ്കിൽ സ്മെല്ല് കാരണം അവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവര് ടോറിസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോയി. എന്നാ നമ്മുടെ
ടോറിസ് ആണെങ്കില് അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ മരിച്ച ആ സ്ത്രീയുടെ ഫോട്ടോസ് എടുത്തോണ്ടിരുന്നു. അവൻ ആ സ്ത്രീയുടെ വളരെ തൊട്ടടുത്തേക്ക് ചെന്ന് ഫോട്ടോസ് എടുക്കുമ്പോഴാണ് ടോറിസ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഡെഡ് ബോഡി അഴുകാൻ തുടങ്ങിയിരുന്നു. പോലീസുകാർ അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ടും തനിക്കെന്താ അത് അറിയാൻ പറ്റാത്തത്? സംശയം തോന്നിയ ടോറിസ് സ്മെല്ല് ചെയ്ത് നോക്കി. ഇല്ല, അവനെ കൊണ്ട് ഒന്നും സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നിരുന്നാലും അതൊന്നും വലിയ കാര്യമാക്കാതെ അവൻ വന്ന ജോലി തുടർന്ന് ചെയ്യാൻ തുടങ്ങി. അവൻ എടുക്കുന്ന ഓരോ ഫോട്ടോസും പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഓരോ ക്രൈം സീനിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇമോഷനും അവന് തോന്നാറില്ല. ഈ സമയത്താണ് പ്രതീക്ഷിക്കാതെ ആ സ്ത്രീ അവനെ നോക്കി കണ്ണുരുട്ടുന്നത്. ആകെ പേടിച്ചു പോയി ടോറിസ് അവിടെ താഴേക്ക് മറിഞ്ഞു വീണു. വായിൽ നിന്ന് നൊരയും പതിയൊക്കെ വന്ന് താഴെ കിടന്ന് പെടയാൻ തുടങ്ങി. ആ മരിച്ച സ്ത്രീയുടെ ഡെഡ് ബോഡി അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ആ ക്രൈം സീനിലേക്ക് എത്തിയ മെഡിക്കൽ ടീംസ് നായകന് വേണ്ട എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. അവനിപ്പോ ഓക്കെയാണ്. ഈ സമയത്ത് അവൻ ഡോക്ടറോട് പറയും, എനിക്ക് ഒന്നും തന്നെ സ്മെല് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ അതിന്റെ തലയ്ക്ക് പരിക്കേറ്റത് കാരണമായിരിക്കുമോ? അതിന് ഡോക്ടർ പറയും, ചിലപ്പോ ആയിരിക്കാം. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. പിറ്റേ ദിവസം ടോറിസ് താനെടുത്ത ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് അതിനൊരു ഹെഡ്ലൈനൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി അവനൊരു ഫോട്ടോ കണ്ട് പേടി തോന്നി. അവനെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആകെ അപ്സെറ്റായ നായകൻ പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. അവൻ ആ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ടോറിസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ആ കോഫിയുടെ ടേസ്റ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ പന്തികേട് തോന്നിയ ടോറിസ് ഇനി വല്ല വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്നറിയാനായിട്ട് അവന്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ഒരുവിധം എല്ലാ ചെക്കപ്പുകളും ചെയ്തു നോക്കി. ഇപ്പോ അവനെ പരിശോധിച്ച് നോക്കിയ ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാല് അവന്റെ റിപ്പോർട്ട്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. ഒരു റിപ്പോർട്ട്സിലും യാതൊരു പ്രശ്നങ്ങളും കാണാനില്ല. അന്ന് അവന്റെ തലക്കിട്ട് ആരോ അടിച്ചിരുന്നില്ലേ? ഇനി അത് കാരണം തലച്ചോറിന് എന്തെങ്കിലും ഡാമേജ് വന്നതാണോ എന്ന് നോക്കിയാല് അത് നെറ്റിയിലുണ്ടായിരുന്ന ചെറിയൊരു മുറിവ് മാത്രമായിരുന്നു. ഇപ്പോ ടോറിസിന് മെഡിക്കലി യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കാണാനില്ല. അവന്റെ ബ്ലഡിലും യാതൊരു തരത്തിലുള്ള വൈറസുകളും ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ജോലിയുടെ സ്ട്രെസ്, വിട്ടുമാറാത്ത ഉറക്കക്കുറവ്, മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇതുപോലെ സ്മെല്ലും ടേസ്റ്റ് ഒക്കെ തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാറില്ല. കാരണം അവരുടെ ബോഡി അവരുടെ കൺട്രോളിലായിരിക്കില്ല. സോ അതുകൊണ്ട് ടോറിസിനോട് എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനാണ് ഡോക്ടർ പറയുന്നത്. ഈ ഒരു കാര്യം കേട്ട് ആകെ കലി കയറിയ ടോറിസ് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ വൈഫിനോട് പറയുന്നുണ്ട്, അവരെന്തേ പറയുന്നേ? എനിക്ക് ഭ്രാന്താണെന്നോ? മാർസല്ല എന്തൊക്കെയോ പറഞ്ഞ് നായകനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് ടോറിസ് വീട്ടിലേക്ക് വരുമ്പോ പതിവ് പോലെ തന്നെ അവന്റെ ഡോഗ് എന്തിനെയോ കണ്ടതുപോലെ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. ഡോഗ് കിച്ചണിലെ ക്യാബിനറ്റിനടിയിലെ എന്തോ തെരയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഡോഗ് അവന്റെ അടുത്തേക്ക് തന്നെ വരാറില്ല. വീടിനകത്ത് ആരും ഉള്ളതുപോലെ കുറച്ചോണ്ടിരിക്കും. കാര്യം എന്താന്ന് മനസ്സിലാവാതെ ടോറിസ് ആ ഡോഗിനെ പിടിച്ചു മാറ്റാൻ നോക്കി. എന്നാ ഡോഗ് ആകെ വയലന്റായി അവന്റെ കൈയിനിട്ട് ഒരൊറ്റ കടിയാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് പിറുപിറുത്തോണ്ട് ടോറിസ് ആ ഡോഗിനെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടു. ശേഷം അവന്റെ കയ്യിലെ മുറിവൊക്കെ വാഷ് ചെയ്ത് മരുന്നൊക്കെ വെച്ചതിന് ശേഷം തനിക്ക് സ്മെല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും കഴിയാത്തതിന്റെ കാരണം ഇന്റർനെറ്റിൽ തെരഞ്ഞു നോക്കി. ആ റിപ്പോർട്ടുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ടോറിസിന് ഒരു കാര്യം ഉറപ്പായി. കണ്ടുപിടിക്കാൻ കഴിയാത്ത ഏതൊരു വൈറസ് തന്നെ ആക്രമിച്ചിരിക്കുക. അതാണ് മെഡിക്കൽ റിപ്പോർട്ട്സിൽ ഒന്നിലും അത് കാണാതിരുന്നത്. അവനൊന്ന് ചിന്തിച്ചു നോക്കി, എന്നു മുതലാണ് തന്റെ സ്മെല്ലിംഗ് സെൻസ് നഷ്ടപ്പെട്ടത്? അന്ന് രാത്രി ആ രാഷ്ട്രീയക്കാരൻ മരണപ്പെട്ടതറിഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് ആ വീട്ടിലേക്ക് പോയി. പിന്നീട് ആരോ അവന്റെ തലക്കടിച്ച് അവന്റെ ക്യാമറ മോഷ്ടിച്ചോണ്ട് പോയി. അന്ന് മുതലാണ് അവൻ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോ ഇതിനെല്ലാം കാരണം താൻ ആ സെനറ്ററിന്റെ വീട്ടിലേക്ക് പോയതാണ്. അവൻ പെട്ടെന്ന് തന്നെ ആ രാഷ്ട്രീയക്കാരനെ കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞു നോക്കി. അയാളിപ്പോ ICUവിലാണ്. അദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട്. പിന്നെ ഒന്ന് തന്നെ ചിന്തിക്കാൻ നിന്നില്ല. ഇതിന്റെയൊക്കെ സത്യങ്ങൾ കണ്ടെത്താൻ തീരുമാനിച്ച നായകൻ സെനറ്ററെ കാണാൻ ഒരു ഡോക്ടറിന്റെ വേഷം ധരിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ സെനറ്ററിന്റെ ഫാമിലി മെമ്പേഴ്സിനല്ലാതെ മറ്റാർക്കും തന്നെ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത്. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ ആ സ്റ്റാഫിന്റെ ID മോഷ്ടിച്ച് സെനറ്ററിന്റെ ICU മുറിയിലെത്തി. സെനറ്ററിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയ ടോറിസ് ആകെ ഷോക്കായി. ആ രാഷ്ട്രീയക്കാരനും അവനെ പോലെ തന്നെയാണ്. സ്മെല് ചെയ്യാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഇപ്പോ കേൾക്കാനും കഴിയില്ല, കാഴ്ചയും നഷ്ടപ്പെട്ടു. എന്തായാലും സത്യങ്ങൾ തുറന്നു പറയാൻ അയാളെ കൊണ്ട് കഴിയില്ല. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന ടോറിസിന് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ച് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഞാനും ആ സെനറ്ററെ പോലെ ഒരു ജീവശവം പോലെ ആവോ? ഇനി ഇതിന്റെയൊക്കെ സത്യം താൻ ആരോടാണ് ചോദിക്കേണ്ടത്? അവന് യാതൊരു പിടുത്തം കിട്ടുന്നില്ല. പെട്ടെന്നാണ് അവൻ തന്റെ പുതപ്പിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. നായകൻ പതിയെ ആ പുതപ്പ് മാറ്റി നോക്കുമ്പോ കുറെ എലികള് അവന്റെ കാൽപാദം തിന്നോണ്ടിരിക്കുക. ആ ഒരു കാഴ്ച കണ്ട് ടോറിസ് അലറിക്കരഞ്ഞ് ഞെട്ടി എണീറ്റ് നോക്കുമ്പോ ഇപ്പോ ആ എലികളെ കാണാനില്ല. തന്റെ കാലുകൾക്കും യാതൊരു കുഴപ്പമില്ല.
എന്റെ അമ്മേ അതൊരു സ്വപ്നായിരുന്നു എന്ന് പറഞ്ഞ് അവൻ സമാധാനായിട്ട് ഉറങ്ങാനായിട്ട് വൈഫിന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. എന്നാൽ ആ ഒരു കാര്യം അവനെ കൊണ്ട് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. തന്റെ വൈഫ് ബെഡിലെ ജീവനില്ലാതെയാണ് കിടക്കുന്നത്. പെട്ടെന്നാണ് അവൻ അലറിക്കരഞ്ഞോണ്ട് ഉറക്കത്തിൽ നിന്ന് ശരിക്കും ഞെട്ടി എണീക്കുന്നത്. ഈ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നമായിരുന്നു. അവന്റെ വൈഫിനും കുഞ്ഞിനും യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നീട് ഉറക്കം വരാതിരുന്ന ടോറിസ് എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് ചെന്നു. ആ സമയത്താണെങ്കില് ഡോഗ് പതിവ് പോലെ തന്നെ കുറച്ച് ബഹളം വെക്കാൻ തുടങ്ങി. ഡോഗ് അവനോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ? പെട്ടെന്ന് ആ ഡോഗിന്റെ ബഹളം കേട്ട് ടോറിസ് ആകെ ഞെട്ടിപ്പോയി. അവന്റെ കയ്യിലിരുന്ന ബോട്ടില് അത് താഴേക്ക് വീണ് പൊട്ടി. അവൻ ഡോഗിനെ അടച്ചിട്ടിരുന്ന മുറി തുറന്ന് അതിനെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു നോക്കുമ്പോ താഴെ ബോട്ടില് പൊട്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഫ്ലോറിലെ രക്തക്കറ കാണാം. അവനിപ്പോ ആ ചില്ല് കഷ്ണത്തിലൊക്കെ ചവിട്ടിയിട്ടാണ് ഡോഗിന്റെ അടുത്തേക്ക് പോയത്. തന്റെ കാല് മുറിഞ്ഞതുപോലും ടോറിസ് അറിഞ്ഞിരുന്നില്ല. അവനിപ്പോ തന്റെ ശരീരത്തിന് ഏൽക്കുന്ന വേദനകള് അറിയാൻ കഴിയുന്നില്ല. ടോറിസ് ആകെ കിളി പോയ ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കിച്ചണിലെ ക്യാബിനറ്റിനടിയിലെ എന്തോ ഒന്ന് കിടക്കുന്നത് കാണുന്നത്. ടോറിസ് അതെന്താന്ന് എടുത്തു നോക്കി. അതൊരു വിച്ച് ക്രാഫ്റ്റ് ആയിരുന്നു. ആരോ അവന് നല്ല 18ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ആരോ അവനെതിരെ ദുർമന്ത്രവാദം ചെയ്തിരിക്കുന്നു. ആ തവളയുടെ കണ്ണുകളും വായും അങ്ങനെ എല്ലാം തന്നെ തുന്നിക്കേട്ടിയിരുന്നു. അല്ല, ആരായിരിക്കും തന്റെ വീടിനകത്ത് ഇത് കൊണ്ടുവച്ചത്? അവൻ പിറ്റേന്ന് തന്നെ തന്റെ 2 സുഹൃത്തുക്കളെ ചെന്ന് കണ്ടു. അവർക്ക് ആ വിച്ച് ക്രാഫ്റ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും തന്റെ ടേസ്റ്റും സ്മെല്ലിംഗ് സെൻസ് ഒക്കെ നഷ്ടപ്പെട്ടതിനൊക്കെ കാരണം ഈ ഒരു കൂടോത്രമാണെന്ന് നായകൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും തന്റെ വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി ആരൊരാള് ഇത് തന്റെ വീടിനകത്ത് കൊണ്ടുവച്ചിരിക്കുക. അപ്പോ അതിനെതിരെ കേസെടുത്ത് അതാരാന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ലേ? എന്നാ ആ വിച്ച് ക്രാഫ്റ്റ് കണ്ട് പോലീസുകാര് 2 പേരും ആകെ പേടിച്ചിരിക്കുക. അവരത് ഒന്ന് കൈകൊണ്ട് തൊട്ടു നോക്കാൻ പോലും തയ്യാറായില്ല. ഇത് നീ ചിന്തിക്കുന്നത് പോലെയല്ല, നല്ല 8ന്റെ പണിയാണ്. ഞങ്ങളെ കൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. എന്നാലും ആ പോലീസുകാരൻ നായകന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അവനൊരു മന്ത്രവാദിനിയുടെ അഡ്രസ് കൊടുത്തു. നിന്നെ സഹായിക്കാൻ അവരെ കൊണ്ടേ പറ്റൂ. ഈ മന്ത്രവാദത്തിലോ ഇതുപോലുള്ള പറ്റിപ്പിലൊന്നും തന്നെ വിശ്വാസമില്ലാതിരുന്ന ടോറിസ് മനസ്സില്ലാ മനസ്സോടെ ആ മന്ത്രവാദിനിയെ കാണാനായിട്ട് പോയി. കാരണം എത്രയൊക്കെ വിശ്വാസമില്ലാന്ന് പറഞ്ഞാലും അതുപോലുള്ള പ്രശ്നങ്ങളാണ് നായകൻ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവനെ കണ്ടപാടെ തന്നെ ആ മന്ത്രവാദിനി ഒരു കോഴിമുട്ടയെടുത്ത് ഏതാണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ മുട്ട പൊട്ടിച്ചു നോക്കി. ആ മുട്ടയുടെ നിറം ബ്ലാക്ക് ആയി മാറിയിരുന്നു. അപ്പോ ടോറിസ് എന്തിനാണ് തന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് മന്ത്രവാദിനിക്ക് ഏകദേശം മനസ്സിലായി. ഏതോ ഒരു കറുത്ത ശക്തി നിന്നെ പിടികൂടിയിരിക്കുകയാണ്. പറ, നിന്നെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അവൻ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ആ സ്ത്രീയോട് തുറന്നു പറഞ്ഞു. വേദന അറിയാൻ പറ്റുന്നില്ല, സ്മെല്ല്, ടേസ്റ്റ് ഇതൊന്നും തന്നെ അവനെ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കൂടാതെ ഭയാനകമായ സ്വപ്നങ്ങളും. അവൻ തന്റെ വീടിനുള്ളിൽ നിന്ന് കിട്ടിയ ആ വിച്ച് ക്രാഫ്റ്റ് ആ ലേഡിക്ക് കാണിച്ചു കൊടുത്തു. അവന്റെ കൂട്ടുകാരെ പോലെ തന്നെ ആ മന്ത്രവാദിനിയും വിച്ച് ക്രാഫ്റ്റ് കൈകൊണ്ട് തൊടാൻ തയ്യാറായിരുന്നില്ല. ആ സ്ത്രീ അവനോട് പറയുന്നുണ്ട്, നീ അതിന്റെ കെട്ടുകളൊക്കെ അഴിച്ചു മാറ്റി, അതിനകത്ത് എന്തെങ്കിലും കാണാതിരിക്കില്ല. പറഞ്ഞതുപോലെ തന്നെ ആ തവളയുടെ വയറിനകത്ത് ബ്ലഡ് കൊണ്ട് എഴുതിയ ഒരു കടലാസ് കഷ്ണം ഉണ്ടായിരുന്നു. യുവർ ലൈഫ് വിൽ ബി എ ഡാർക്ക്നെസ്. നിന്റെ ജീവിതം ഇരുട്ടായി മാറും. അതാണ് ആ കടലാസിൽ എഴുതിയിരിക്കുന്നത്. ആരോ അവനെ മനഃപൂർവ്വം കേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ട ആ സ്ത്രീ അവനോട് ചോദിക്കും, നിനക്ക് ശത്രുക്കളുണ്ടോ? അല്ലെങ്കിൽ നീ ആരെങ്കിലുമായി വഴക്കിടുകയോ മറ്റാരുടെയെങ്കിലും പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, താൻ അങ്ങനെ ആരുമായിട്ടും വഴക്കിട്ടിട്ടില്ല. തനിക്കധികം സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല. എപ്പോഴും ജോലിക്ക് പിന്നാലെയുള്ള ഓട്ടം മാത്രമാണ്. ആകെ തകർന്നു നിൽക്കുന്ന ടോറിസ് ആ സ്ത്രീയോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലേ? ഈ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇത് കേട്ട ആ സ്ത്രീ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇത് നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. ആദ്യം തന്നെ പറഞ്ഞേക്കാം, അതിന് ഒത്തിരി പണം ചെലവാക്കേണ്ടി വരും. കാരണം ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് നിന്നെ സഹായിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, നിന്റെ വിധി അതെന്താണോ അത് തിരുത്താൻ ഞങ്ങളെ കൊണ്ട് ആർക്കും കഴിയില്ല. പക്ഷേ നിന്നെ ഈ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ ഒരാളെ കൊണ്ടേ സാധിക്കൂ. അദ്ദേഹത്തിന് നീ മുൻകൂട്ടി പണം കൊടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനായി ആ സ്ത്രീ അവനോട് ഒത്തിരി പണം ആവശ്യപ്പെടുന്നുണ്ട്. ടോറിസിന് മുന്നിലെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ പണം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവസാനം ആ സ്ത്രീ അവനോട് ഒരല്പസമയം കണ്ണുകൾ അടച്ചിരിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് അല്പസമയം കഴിഞ്ഞ് ടോറിസ് കണ്ണു തുറന്നു നോക്കുമ്പോ ആ സ്ത്രീ തന്റെ നെഞ്ചില് സിഗരറ്റ് കൊണ്ട് പൊള്ളലേൽപ്പിച്ചിരുന്നു. എന്നാൽ അവനെ കൊണ്ട് ആ വേദന അറിയാൻ കഴിഞ്ഞില്ല. അപ്പോ ടോറിസ് പൂർണ്ണമായും ആ ശാപത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന ആ സ്ത്രീക്ക് മനസ്സിലായി. ഇനി വെറും 2 ദിവസം കൊണ്ട് ടോറിസ് മരണപ്പെടും. അവന്റെ മുൻപില് ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. മന്ത്രവാദിനി പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു ലിസ്റ്റ് തന്നെ അവന് കൊടുക്കുന്നുണ്ട്. അവനെ സർവൈവ് ചെയ്യണമെങ്കിലേ എത്രയും പെട്ടെന്ന് തന്നെ ആ ശാപത്തെ
ബ്രേക്ക് ചെയ്യണം. എന്നാലും അവന്റെ നഷ്ടപ്പെട്ട സെൻസ് ഒന്നും തന്നെ അവന് തിരിച്ചു കിട്ടില്ല. ജീവൻ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, വെറുതെ പൂജ നടത്തിയാൽ മാത്രം പോരാ. ടോറിസ് തന്റെ ജീവന് പകരം മറ്റെന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. ഒരു ജീവൻ ബലി നൽകണം. ഈ ഒരു കാര്യം കേട്ട് ടോറിസ് ആകെ തരിച്ചു നിന്നുപോയി. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ടോറിസ് തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തു. അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്ന ക്യാമറകളും ലെൻസുകളും അങ്ങനെ എല്ലാം അവന് വിൽക്കേണ്ടി വന്നു. ശേഷം മന്ത്രവാദിനി തന്നിരുന്ന ആ ലിസ്റ്റിലെ എല്ലാ പൂജാ സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തിയ നായകൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ കുറച്ച് മീറ്റ് എടുത്ത് അതിലെ ഉറക്കഗുളിക വെച്ച് അതവന്റെ ഡോഗിനെ കഴിക്കാനായിട്ട് കൊടുത്തു. തനിക്ക് എന്തൊക്കെയാണ് ഈ ചെയ്യേണ്ടി വരുന്നത്? അവനത് ഉൾക്കൊള്ളാനാവാതെ ആ മുറിക്ക് മുന്നിൽ തളർന്നിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഡോഗിന്റെ ഒച്ചയനക്കൊന്നും കേൾക്കാതായപ്പോ അവൻ ഡോഗിനെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. അവിടെ ഒറ്റപ്പെട്ടൊരു ദ്വീപിനടുത്ത് ആ മന്ത്രവാദിനി അവനെയും കാത്തു നിന്നിരുന്നു. ടോറിസ് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും ആ സ്ത്രീയെ ഏൽപ്പിച്ചു. അവരാ ചങ്ങാടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവൻ തന്റെ ഡോഗിനെ തലോടിക്കൊണ്ടിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കാൻ അവന്റെ ഡോഗിനെയാണ് സാക്രിഫൈസ് ചെയ്യാൻ പോണത്. അന്ന് രാത്രി ആ മന്ത്രവാദിനിയും അവനെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന വലിയ മന്ത്രവാദിയും മറ്റു രണ്ടുപേരും അവനെ ഈ ശാപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഡോഗിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഡോഗ് നായകനെ നോക്കി സഹായത്തിനായിട്ട് കുരച്ചോണ്ടിരുന്നു. ടോറിസിന് തന്റെ ഡോഗിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആരോ തന്റെ തലയ്ക്ക് ചുറ്റിക വെച്ച് അടിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ ആ ഡോഗിനെ അവസാനമായി തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. ആ ചടങ്ങുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നായകൻ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റുമുള്ളവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ പല വിഷ്വൽസും അവന് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അവന്റെ വൈഫ്, ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ടോറിസിനെ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷിക്കാതെ ഈ ഒരു സമയത്ത് വലിയ മന്ത്രവാദി ഒരു കത്തിയെടുത്ത് അവന്റെ കൈയിലേക്ക് വെച്ചു കൊടുത്തു. ഇക്കാര്യം അവനെ കൊണ്ട് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അവന്റെ കൈകൊണ്ട് തന്നെ ഡോഗിനെ കൊല്ലണം. ഇതല്ലാതെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ മുൻപില് മറ്റു മാർഗങ്ങളില്ല. തന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് നായകൻ തന്റെ ഡോഗിനെ കൊല്ലുന്നത്. അവരാ ബ്ലഡ് എടുത്ത് നായകന്റെ തല വഴി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അർദ്ധരാത്രിയോടെ എല്ലാ റിച്വൽസും കംപ്ലീറ്റ് ആയി. അവൻ പൂർണ്ണമായും ശാപത്തിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് ആ സ്ത്രീ അവനോട് പറയുന്നത്. ആ സ്ത്രീ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും തന്നെ പിന്നീട് നമ്മളെ തേടി വരില്ല. ഡോഗിനെ പറ്റി ചിന്തിച്ച് വിഷമിക്കാനോ പിന്നെ ഇതിന് പിന്നിലെ മറ്റ് സത്യങ്ങൾ തിരക്കാനോ പാടില്ല എന്ന് അവസാനമായി ആ സ്ത്രീ അവനെ വാൺ ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം വീട്ടില് ഉറങ്ങിക്കൊണ്ടിരുന്ന ടോറിസ് എന്തോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. നോക്കുമ്പോ ആ ശബ്ദങ്ങൾ കേൾക്കുന്നത് അവന്റെ ചെവിക്കുള്ളിൽ നിന്നാണ്. തന്റെ ചെവി പൊട്ടിപ്പോവും എന്ന് തോന്നിയ ടോറിസ് ചെവി പൊത്തി പിടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് ഓടി. മാർസെല്ലയ്ക്ക് അവൻ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. മാർസെല്ല അവന്റെ ചെവിയിൽ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതൊരു ജീവനുള്ള പാറ്റയായിരുന്നു. അതങ്ങനെ പുറത്തേക്ക് പറന്നു പോവുകയും ചെയ്തു. ഇപ്പോ അവന്റെ കേൾവി ശക്തി പതിയെ കുറയുന്നത് പോലെ ടോറിസിന് തോന്നി. നായകൻ പിന്നെ കൂടുതൽ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. തനിക്ക് നടന്ന എല്ലാ കാര്യങ്ങളും അവൻ വൈഫിനോട് തുറന്നു പറഞ്ഞു. എന്നാലും മാർസെല്ല ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അന്ന് ഡോക്ടർ പറഞ്ഞത് നായകനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നല്ലേ. ഇതൊക്കെ അവൻ ഇമാജിൻ ചെയ്യുന്നതാണെന്നാണ് മാർസെല്ല ചിന്തിക്കുന്നത്. പക്ഷേ അവൻ ഡോഗിനെ ബലി കൊടുത്ത കാര്യം വൈഫിനോട് പറയില്ല. കാരണം അക്കാര്യം ആരെ കൊണ്ട് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്ന കാര്യമല്ല. ഇവൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയിട്ടും വൈഫ് അതൊന്നും തന്നെ വിശ്വസിച്ചില്ലെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നത് പോലെ മാർസെല്ല ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ടോറിസ് വേഗം തന്നെ ഒരു കത്തിയെടുത്ത് തന്റെ കൈ മുറിച്ചു. കണ്ടില്ലേ, എനിക്ക് വേദന അറിയാൻ പറ്റുന്നില്ല. നീ ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ട് ആകെ പേടി തോന്നിയ മാർസെല്ല വേഗം തന്നെ അവന്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടാനായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാനായിട്ട് ഓടി. എന്നാ അപ്പോഴേക്കും ടോറിസ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. നേരെ ആ മന്ത്രവാദിയെ കാണാൻ. തന്റെ ഡോഗിനെ സാക്രിഫൈസ് ചെയ്തിട്ടും തനിക്ക് ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ പതുക്കെ പതുക്കെ നായകനെ തന്റെ കേൾവി ശക്തി കുറയാൻ തുടങ്ങി. ഇന്ന് രാത്രി തന്നെ അവന്റെ കേൾവി ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടും. അവൻ ആ മന്ത്രവാദിയെ കാണാനായിട്ട് ദ്വീപിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് അവന് വേണ്ടി ഈ ചടങ്ങുകളൊക്കെ ചെയ്ത വലിയ മന്ത്രവാദിയല്ലേ, അയാള് പിറ്റേന്ന് തന്നെ മരണപ്പെട്ടു. ഇവനാണെങ്കില് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് തന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആ സ്ത്രീ അവനോട് ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഇതിൽ കൂടുതൽ തനിക്കൊന്നും തന്നെ ചെയ്യാനില്ല. ഇനിയെല്ലാം നിന്റെ വിധിയാണ്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ നായകൻ താൻ അന്നെടുത്ത സെനറ്ററിന്റെ ഓരോരോ ഫോട്ടോസുകളായിട്ട് ചെക്ക് ചെയ്ത് നോക്കി. ഈ ഒരു ഫോട്ടോ എടുത്തതിനാണോ തനിക്ക് ഈ ശാപം കിട്ടിയത്?
അത് ഇത്ര വലിയ തെറ്റാണോ? ഇത് തന്റെ ജോലിയല്ലേ? അവൻ എത്ര ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല. അവനങ്ങനെ ആ ഫോട്ടോസൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് ആ ഞെട്ടിക്കുന്നൊരു സത്യം ടോറിസ് കണ്ടെത്തുന്നത്. അവനെടുത്ത ആ ഫോട്ടോയിലെ മരിച്ചു കിടക്കുന്ന സെനറ്റർ മാത്രമല്ല പതിഞ്ഞിരിക്കുന്നത്. അവിടെ തൊട്ടു പിന്നിലുള്ള ഗ്ലാസ്സിലെ ഒരു മനുഷ്യന്റെ ബ്ലറായിട്ടുള്ള രൂപം കാണാം. അതാരാണെന്ന് അവന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതാരാന്ന് കണ്ടെത്താനായിട്ട് നായകൻ സെനറ്ററിന്റെ ക്വാർട്ടേഴ്സിലെത്തി. ആ വീട് മുഴുവനും അവൻ പരിശോധിച്ചു നോക്കി. അങ്ങനെയാണ് ചുമരിനുള്ളില് മറച്ചു വെച്ചിരിക്കുന്ന ഒരു വിച്ച് ക്രാഫ്റ്റ് അവൻ കണ്ടെത്തുന്നത്. അവന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അതേ കൂടോത്രം. ഇത് തിരിച്ചറിഞ്ഞ നായകൻ ഉടനെ തന്നെ സഹായത്തിനായിട്ട് തന്റെ സുഹൃത്തുക്കളെ ചെന്ന് കണ്ടു. അവർക്ക് സെനറ്ററിന്റെ ഫോട്ടോയിലുള്ള രൂപത്തെയും ആ വീടിനകത്തുണ്ടായിരുന്ന വിച്ച് ക്രാഫ്റ്റിന്റെയും ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അവരും ആ ഫോട്ടോസൊക്കെ കണ്ട് ആകെ ഷോക്കായി. അന്ന് സെനറ്ററിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ ദിവസം പോലീസ് ആ വീട് മുഴുവനും അരിച്ചു പെറുക്കി നോക്കിയതാണ്. ആ വീടിനകത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ വിച്ച് ക്രാഫ്റ്റും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ടോറിസ് അവരോട് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താൻ സഹായിക്കാനായിട്ട് തന്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. പക്ഷേ സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അവര് രണ്ടുപേരും നായകനെ സഹായിക്കാൻ തയ്യാറായില്ല. ടോറിസിനെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും. പെട്ടെന്ന് എന്തോ സ്ട്രൈക്കായ നായകൻ ആ പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങി നേരെ തന്റെ കാറിലേക്ക് ഓടിക്കേറി. അവൻ കാറിലുണ്ടായിരുന്ന സെനറ്ററെ കുറിച്ചുള്ള പത്രങ്ങളൊക്കെ പരതി നോക്കി. സത്യം പറഞ്ഞ ഈ ഒരു കാര്യം അവൻ ഇതിനു മുൻപ് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ സെനറ്റർ മരണക്കിടക്കയിൽ ആശുപത്രിയിലാണ്. അതുകൊണ്ട് അതേ സ്ഥാനത്തേക്ക് വരുന്നത് എലീന എന്നൊരു സ്ത്രീയാണ്. സെനറ്ററിന്റെ സ്ഥാനത്തേക്ക് പൊതുവെ 2 പേരാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അപ്പോ ഇതിനെല്ലാം കാരണം എലീന എന്ന പൊളിറ്റിക്കൽ ലേഡിയാണോ? അവനിത് വിശ്വസിക്കാനേ വയ്യ. അത് ഉറപ്പിക്കാനായിട്ട് നായകൻ പെട്ടെന്ന് തന്നെ എലീന എന്ന സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങൾ ഓൺലൈനിൽ തിരയാൻ തുടങ്ങി. അതിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എലീന എന്ന പൊളിറ്റിക്കൽ ലേഡിക്ക് മന്ത്രവാദികളും വിച്ച് ക്രാഫ്റ്റും ബ്ലാക്ക് മാജിക്കും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ഉറപ്പായി. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ആർട്ടിക്കിൾ ഇന്റർനെറ്റിലുണ്ടായിരുന്നു. തനിക്ക് ആ സെനറ്ററിന്റെ സ്ഥാനത്തേക്ക് വരാനാണ് എലീന ഇപ്പോഴുള്ള സെനറ്ററെ കൂടോത്രം ചെയ്ത് ഈ ഒരു അവസ്ഥയിലാക്കിയത്. ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിലെ ആ സ്ത്രീ എന്തിനാണ് നായകനെ ദ്രോഹിച്ചത്? അന്ന് രാത്രി സെനറ്ററിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ കേഴ്സ് ചെയ്തത് നായകനെ മാത്രമാണ്. കാരണം അവനെടുത്ത ആ ഫോട്ടോയിലെ ഏതോ ഒരാളുടെ രൂപം പതിഞ്ഞിരുന്നു. ടോറിസ് അന്ന് തന്നെ എലീനി എന്ന സ്ത്രീയുടെ ഡ്രൈവറെ ചെന്ന് കണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന വിച്ച് ക്രാഫ്റ്റും പിന്നെ പല ഫോട്ടോസുകളും കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോയിൽ പതിഞ്ഞ മുടി നീട്ടി വളർത്തിയ ആളില്ലേ, അയാളെ കുറിച്ച് ഡ്രൈവറിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. ടോറിസിനിപ്പോ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ഡ്രൈവർ ഇപ്പോ എലീനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നില്ല. കാരണം ആ സ്ത്രീ അത്രയ്ക്ക് അപകടകാരിയാണ്. അയാള് ടോറിസിനെ ആദ്യം തന്നെ വാൺ ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ കുറിച്ച് നീ കൂടുതൽ തിരക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ മനുഷ്യൻ ശരിക്കും ഒരു ചെകുത്താനാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും ടോറിസ് അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. എലീനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത ആ മന്ത്രവാദിയെ തനിക്ക് കാണണം. ഇനി അയാൾക്ക് മാത്രമേ ഈ ഒരു ശാപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നായകന് മുന്നിലെ വെറും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നാളെ കഴിഞ്ഞാ പിന്നെ അവനില്ല. അങ്ങനെ ഒത്തിരി നിർബന്ധിച്ചതിന് ശേഷം ആ ഡ്രൈവർ മന്ത്രവാദിയുടെ അഡ്രസ് അവന് പറഞ്ഞു കൊടുത്തു. മന്ത്രവാദിയുടെ അഡ്രസ് കിട്ടിയ ഉടനെ തന്നെ ടോറിസ് അങ്ങോട്ട് യാത്ര തിരിച്ചു. ആൾ സഞ്ചാരമില്ലാത്ത കാടിന് നടുക്ക് ഒരു വീട് കാണാം. ചുറ്റും കമ്പിവേലി കെട്ടിയിരുന്നു. താനീ പോകുന്നത് നരകത്തിലേക്കാണെന്ന് അവൻ അറിയാം. ടോറിസ് ധൈര്യം സംഭരിച്ച് ആ കമ്പിവേലികളൊക്കെ മറികടന്ന് മന്ത്രവാദിയെ തെരഞ്ഞ് ആ വീടിനടുത്തേക്ക് ചെന്നെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വീട് നിറയെ മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു. ഒരുപാട് വിച്ച് ക്രാഫ്റ്റ്, ഫോട്ടോസ്, എലികള്, തവളകള്, അങ്ങനെ എന്തൊക്കെയോ ആ വീടിനകത്ത് കാണാം. അതിൽ ആ രാഷ്ട്രീയക്കാരന്റെ ഫോട്ടോസും ഉണ്ടായിരുന്നു. പിന്നെ നായകന്റെ ഒരു വുഡു ഡോളും അവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്ന ക്യാമറയും ഉണ്ടായിരുന്നു. ടോറിസ് അതെല്ലാം കണ്ട് കണ്ണും തള്ളി നിൽക്കുന്ന നേരത്താണ് കാടിനുള്ളിൽ നിന്ന് ആരുടെയോ അലർച്ച കേൾക്കുന്നത്. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ആ മന്ത്രവാദി നേക്കഡായിട്ട് തീയിലേക്ക് നോക്കി അലറി വിളിച്ചുകൊണ്ടിരിക്കുക. അയാളൊരു ആടിന്റെ തലയാണ് മാസ്ക് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു മന്ത്രവാദിയാണ് അവനെടുത്ത ഫോട്ടോയിൽ പതിഞ്ഞിരിക്കുന്നത്. അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മന്ത്രവാദി അവനെ തിരിഞ്ഞു നോക്കി. മരണഭയം കൊണ്ട് ആകെ ഭയന്നു പോയ ടോറിസ് തന്റെ മുഖം തിരിച്ചു. എന്നാൽ വീണ്ടും ആ മന്ത്രവാദിയെ തിരിഞ്ഞു നോക്കുമ്പോ അയാളെ പിന്നെ അവിടെ കാണാനില്ല. അടുത്ത നിമിഷം തന്നെ ആ മന്ത്രവാദി അവന്റെ തൊട്ടടുത്തെത്തി ഒരു പൊടി അവന്റെ മുഖത്തേക്ക് ഊതി. ടോറിസിന്റെ ബോധം മറഞ്ഞു. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ അവൻ ആ മന്ത്രവാദിയുടെ വീട്ടിലാണ്. അവനിപ്പോ തന്റെ കാഴ്ച പതിയെ പതിയെ മങ്ങാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ മന്ത്രവാദിയുടെ മുഖം അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണാൻ വയ്യ. പിന്നെ അവനെ കൊണ്ടിപ്പോ ഒന്ന് അനങ്ങാനോ എണീക്കാനോ പറ്റുന്നില്ല. അവനെ തളർത്തി കിടത്തിയിരിക്കുകയാണ്. അവൻ അയാളോട് കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ
തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുവേണ്ടി താൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഇത് കേട്ടതും ആ മന്ത്രവാദി അവന്റെ ഈ ഡീലിനെ സമ്മതിച്ചു. ശരി, നീ നിന്റെ കുഞ്ഞിന്റെ ജീവൻ എനിക്ക് തരികയാണെങ്കിലേ നിന്നെ ഞാൻ വെറുതെ വിടാം. ഈ ഒരു കാര്യം അവനെ കൊണ്ട് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. ടോറിസ് പിന്നീട് തന്റെ ജീവന് വേണ്ടി യാചിക്കാൻ നിന്നില്ല. ആ ദുഷ്ടനായ മന്ത്രവാദി അവന്റെ അടുത്തേക്ക് വന്ന് ഒരു കുപ്പിമരുന്ന് അവന്റെ അടുത്തേക്ക് നീട്ടി. ഇതുകൊണ്ട് വേണം കുഞ്ഞിനെ കൊല്ലാൻ. ആ ബോട്ടിൽ കൊടുത്തതിന് ശേഷം ആ മന്ത്രവാദി അവിടെ നിന്ന് മറഞ്ഞുപോയി. അവനിപ്പോ പതിയെ പതിയെ നടക്കാം. എന്നാൽ എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ അവന്റെ തലയിലൂടെ തുളഞ്ഞു കയറുന്നത് പോലെ. അടുത്ത ദിവസം രാവിലെയാണ് നായകൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവന്റെ കാഴ്ച പകുതിയും മങ്ങിയിരുന്നു. കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൻ വൈഫിന് വേണ്ടി ചായ ഉണ്ടാക്കി. അതിലവൻ ആ മന്ത്രവാദി കൊടുത്തിരുന്ന മാന്ത്രിക മരുന്നൊഴിക്കുന്നുണ്ട്. അവൻ ആ ചായ കപ്പുമായിട്ട് മാർസലയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ടോറിസിനെ കണ്ട വൈഫ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ഇന്നലെ രാത്രി മുഴുവനും വൈഫ് അവനെ ഫോൺ ചെയ്തിരുന്നു. മാർസെല്ല ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. വൈഫ് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് പോലും അവനെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. എന്നാൽ മാർസലയുടെ കണ്ണുകൾ അവനോട് എല്ലാം പറയുന്നുണ്ടായിരുന്നു. അവൾ ആ കുഞ്ഞിനെ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. താൻ മരണപ്പെട്ടാലും വൈഫിനും കുഞ്ഞിനും ഒന്നും സംഭവിക്കാൻ ടോറിസ് തയ്യാറായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ വൈഫിന്റെ കയ്യിലുണ്ടായിരുന്ന ചായ കപ്പ് തട്ടിക്കളഞ്ഞു. പിന്നെ അടുത്ത സെക്കൻഡിൽ തന്നെ അവന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നമ്മുടെ നായകൻ ഡിസപ്പിയർ ആയി കഴിഞ്ഞു. ഈ ഒരു സീനോട് കൂടിയാണ് ഡിസപ്പിയർ കംപ്ലീറ്റ്ലി എന്ന ഈ ഒരു മെക്സിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക.